കഴിഞ്ഞയാടെ നമ്മുടെ ഏറ്റുമാനൂർ ഷൈനിയും 2 കുഞ്ഞുങ്ങളും ട്രെയിനിൻ്റെ മുന്നിൽ ജീവിതം അവസാനിപ്പിക്കേണ്ടി വന്നത് നമ്മളെല്ലാവരെയും ഏറ്റവും വേദനിപ്പിച്ചൊരു കാര്യമാണ്. ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഉത്തരവാദികളായ വ്യക്തികൾ അത് നമുക്ക് പലരിലും ആരോപിക്കപ്പെടും. പക്ഷേ യഥാർത്ഥ കുറ്റവാളികൾ എന്ന് പറയുന്നത് ഇപ്പോൾ ഓൾറെഡി ഷൈനിയുടെ ഭർത്താവിനെ കേസെടുത്തു, അറസ്റ്റ് ചെയ്തു, ജയിലിൽ ഇട്ടിട്ടുണ്ട്. ഓക്കെ, നല്ല കാര്യം തന്നെ. അയാൾ നമ്പർ 1 കുറ്റക്കാരൻ തന്നെയാണ്. പക്ഷേ അതിനേക്കാൾ കൂടുതൽ കുറ്റം ചെയ്തൊരു വ്യക്തിയുണ്ട്. അത് മറ്റാരുമല്ല, ഈ ഷൈനിയുടെ ഭർത്താവിൻ്റെ സഹോദരനായ ബോബി ചേരിയിൽ എന്ന് പറയുന്ന ഒരു പുരോഹിതൻ്റെ വേഷമണിഞ്ഞ് നടക്കുന്ന ഒരു നരാധമനാണ്. അത് പൊതുസമൂഹവും നിയമ സംവിധാനവും സർക്കാരും അത് പ്രത്യേകമായി കാണേണ്ടതാണ്. കാരണം ഇവർ ഭാര്യയും ഭർത്താവുമായിട്ട് പ്രശ്നങ്ങളുള്ളപ്പോൾ പോലും നമുക്കറിയാം മിക്ക കുടുംബങ്ങളിലും ഇത്തരം കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയെങ്കിലുമൊക്കെ അവർ പിടിച്ചു നിന്ന് പോയാൽ, പ്രത്യേകിച്ച് അവർ ജീവിക്കാൻ നല്ല പ്രാപ്തിയുള്ള ഒരു സ്ത്രീ കൂടിയായിരുന്നു. അവർ ആ കുടുംബത്തിനും കുഞ്ഞുങ്ങൾക്കും സമൂഹത്തിനും വേണ്ടിയിട്ട് നല്ല ആത്മാർത്ഥമായിട്ട് നിന്നിരുന്ന ഒരു വ്യക്തിത്വമുള്ള ഒരു സ്ത്രീയായിരുന്നു. അവരെ ഒരു രീതിയിലും മുമ്പോട്ട് ജീവിക്കാൻ സമ്മതിക്കാത്തവണ്ണം വളരെ തീക്ഷ്ണമായ രീതിയിൽ ഏതെല്ലാം രീതിയിൽ അവരെ ഉപദ്രവിക്കാവോ അതിനെല്ലാം ഒത്താശ ചെയ്ത അല്ലെങ്കിൽ ഉപദ്രവിച്ച വ്യക്തി എന്ന് പറയുന്നത് നിയമപരമായിട്ടും സാമൂഹ്യപരമായിട്ടും അതുപോലെ തന്നെ ആത്മീയപരമായിട്ടും കുറ്റം ചെയ്തിരിക്കുന്ന വ്യക്തി എന്ന് പറയുന്നത് ഈ ബോബി ചേരിയിൽ എന്ന് പറയുന്ന ആ പുരോഹിത വേഷമണിഞ്ഞ നരാധമനാണ്. എനിക്കിപ്പോൾ തോന്നുന്നത് ഈ പുരോഹിതൻ എന്ന് പറയുന്നത് ഈ ക്രിസ്തുവിനെ 2500 വർഷങ്ങൾക്ക് മുമ്പ് കൊല്ലണം അല്ലെങ്കിൽ കൊലപ്പെടുത്തിയതും ഒരു പുരോഹിത വർഗം തന്നെയായിരുന്നു. അന്ന് ക്രിസ്തുവിനെ കൊന്ന ആ പുരോഹിത വർഗത്തിൻ്റെ അവശേഷിക്കുന്ന ഒരു കണ്ണിയാണോ ഈ ബോബി ചേരിയിൽ എന്ന് പോലും ഇപ്പോഴത്തെ ക്രിസ്തീയ വിശ്വാസികൾ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അന്നത്തെ ക്രിസ്തുവിനെ കൊന്നവർ ക്രിസ്തീയ സുവിശേഷം പ്രസംഗിച്ചില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഇന്നും ഇയാൾ ക്രിസ്തീയ സുവിശേഷം പ്രസംഗിച്ചുകൊണ്ട് ചെയ്യുന്ന പ്രവൃത്തി എന്ന് പറയുന്നത് അന്ന് ക്രിസ്തുവിനെ കൊന്ന പുരോഹിത വർഗത്തിൻ്റെ അതേ പ്രവൃത്തിയാണ് ഇയാൾ ഇപ്പോഴും ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇത് ശരിക്കും പൊതുസമൂഹത്തിൻ്റെ ഒരു വേദനയാണ്. പൊതുസമൂഹം ഇത് ഏറ്റെടുത്തിരിക്കുന്ന വലിയൊരു കാര്യമാണ്. പക്ഷേ അതിനേക്കാൾ ഉപരി എനിക്ക് പറയാനുള്ളത് ക്രിസ്തീയ സഭകളിലെ സന്യാസിനിമാരും മതപുരോഹിതരുമാണ് ഇതിനെതിരെ അതിശക്തമായിട്ട് രംഗത്ത് വരേണ്ടത്. ഇല്ലെങ്കിൽ ക്രിസ്തീയ വിശ്വാസം ചോദ്യം ചെയ്യപ്പെടും, ഉറപ്പായിട്ട് ചോദ്യം ചെയ്യപ്പെടും. പണ്ട് കാലത്തെ പോലെ ഇന്ന് ക്രിസ്തീയ വിശ്വാസം ഭയങ്കര അടിയുറച്ചതാണ്, പാറ പോലെ ഉറച്ചതാണെന്നൊക്കെ ഒന്നും പറഞ്ഞിട്ടൊന്നും കാര്യമില്ല. ജനങ്ങൾക്ക് ചിന്തിക്കാനും ജനങ്ങൾക്ക് കാര്യം മനസ്സിലാക്കാനുള്ള വിവരം വന്നുപോയി. പുരോഹിതന്മാർ പറയുന്ന വേദവാക്യം മാത്രം കേൾക്കുന്ന വെറും മുണ്ണക്കുഞ്ഞുങ്ങളല്ല ഇന്നുള്ള ക്രിസ്ത്യാനികൾ എന്നുള്ള യാഥാർത്ഥ്യം പൊതുസമൂഹത്തെക്കാൾ ഉപരി ക്രിസ്തീയ സഭകളും ഏറ്റവും പ്രധാനത്തോടു കൂടി ഞാൻ പറയുന്നു ക്നാനായ സഭ ഇത് കാണണം. ക്നാനായ സഭ ഇത് ശരിക്കും ഹൃദയത്തിൽ അമ്പ് കൊള്ളുന്നത് പോലെ കൊണ്ട് ഈ കാര്യത്തിനകത്ത് ഉത്തരവാദിത്തം ഏറ്റെടുക്കണം. ബോബി ചേരിയിൽ എന്ന വ്യക്തിയെ ക്നാനായ സഭ സംരക്ഷിച്ചു കഴിഞ്ഞാൽ ക്നാനായ സഭ എന്ന് പറയുന്നത് ചിലപ്പോൾ നാമാവശേഷമാകും. ഇല്ല എങ്കിൽ പോലും ശരിക്കും ക്നാനായ സഭയ്ക്ക് അത് വലിയൊരു അടിയായി പോകും. കാരണം ഞാനും ക്നാനായ സഭക്കാരൻ തന്നെയാണ്. അതുകൊണ്ട് വളരെ അതിശക്തമായൊരു നടപടി ബോബി ചേരിയലിനെതിരെ സഭ സ്വീകരിക്കണം. അതിനേക്കാൾ ഉപരി ഇവിടുത്തെ നിയമ സംവിധാനം സ്വീകരിക്കണം. ഈ 3 പേരുടെ മരണത്തിന് ഉത്തരവാദിയായത് ഈ നോബി മാത്രമല്ല. ഒന്നാമത്തെ കുറ്റക്കാരൻ ഈ ബോബി ചേരിയിലാണ്. രണ്ടാമത്തെ കുറ്റക്കാരനാണ് ഈ നോബി എന്ന് പറയുന്ന വ്യക്തി, അതായത് ഷൈനിയുടെ ഭർത്താവ്, ആ കുഞ്ഞുങ്ങളുടെ ഫാദറും. പിന്നെ മൂന്നാമത്തെ കുറ്റക്കാരി എന്ന് പറയുന്നത് ഈ ബോബിയുടെയും നോബിയുടെയും അമ്മയാണ്. ഇതൊക്കെ തൊടുപുഴ ചുങ്കം ഭാഗത്തുള്ള എല്ലാ ജനങ്ങൾക്കും കൃത്യമായിട്ട് അറിയാവുന്നതാണ്.
ഇതൊക്കെ ഒരു അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് ആർക്കും ബോധ്യപ്പെടുന്ന ഒരു കാര്യമാണ്. നമുക്കറിയാം, ഇന്നിപ്പോൾ സമൂഹത്തിൽ അമ്മയെ തല്ലിയാലും 2 പക്ഷം എന്നൊരു പക്ഷമെങ്കിലും ഉണ്ട്. പൊതുവേ നമ്മൾ പറഞ്ഞു കേൾക്കുന്നതാണ്. ഇവിടെ ഒരു കാര്യം നമ്മൾ ശ്രദ്ധിച്ചു നോക്കിയേ, ഒരൊറ്റ പക്ഷം മാത്രമേ ഉള്ളൂ, ഒരേ ഒരു പക്ഷം. അതായത് ഷൈനിക്കും കുഞ്ഞുങ്ങൾക്കും നീതി കിട്ടണം. അതിനകത്ത് കുറ്റക്കാരായിട്ട് ഈ ബോബി ചേരിയിൽ എന്ന കുടുംബാംഗങ്ങൾ ആണ് എന്നുള്ളത് വളരെ വ്യക്തമായിട്ട് ഈ തൊടുപുഴ ചുങ്കം ഭാഗത്തിലെ വ്യക്തികൾ, എല്ലാ മനുഷ്യരും, നാനാജാതി മനുഷ്യരും ഒരു ഏക സ്വരത്തിൽ പറയുന്നു. അത് ഇവിടുത്തെ സഭയും നിയമ സംവിധാനവും ഉൾക്കൊണ്ട് അതിനനുസരിച്ച് പ്രവർത്തിച്ചില്ല എങ്കിൽ സമൂഹത്തിൽ ക്യാൻസർ വന്നതിന് തുല്യമാണ്. സമൂഹത്തിൻ്റെ ഒരു ക്യാൻസറാണ് ഇത്തരം നീതി നിഷേധം എന്നുള്ളത്. കാരണം ഇവിടുത്തെ നിയമ സംവിധാനവും ഇവിടുത്തെ ഭരണ സംവിധാനവും എല്ലാം നിലനിൽക്കുന്നത് ഇന്ത്യൻ ഭരണഘടനയിൽ ഊന്നിക്കൊണ്ടാണ്. ഇന്ത്യൻ ഭരണഘടനയും ഇന്ത്യയിലെ നീതിന്യായ വ്യവസ്ഥയും ഇന്ത്യൻ പൗരത്വവും എന്ന് പറയുന്നത് ഇന്ത്യയിലുള്ള എല്ലാ ജനങ്ങൾക്കും ഒരുപോലെയുള്ളതാണ്. അത് ഉൾക്കൊള്ളുക എന്നുള്ളതാണ് എല്ലാവരും ചെയ്യേണ്ട ഒരു കടമ. പൊതുസമൂഹത്തിൻ്റെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത് 1% ഞാൻ അത്ര പറയുന്നുള്ളൂ. നിങ്ങൾക്ക് എന്നെ കേൾക്കുന്ന എല്ലാവർക്കും ഭയങ്കര വേദനയുണ്ടെന്നൊന്നും ഞാൻ അവകാശപ്പെടുന്നില്ല. ഓരോരുത്തർക്കും എത്രമാത്രം വേദനയുണ്ടോ, ഇനി ഏറ്റവും കുറവ് വെറും 1% ഈ 3 ആത്മാക്കൾക്കും വേണ്ടിയിട്ട് വേദനിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങളാലാവുന്ന വിധം